നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഓരോ തവണയും സമാധാനത്തിന്റെ വാതിൽ തുറക്കാൻ തുടങ്ങുമ്പോൾ യുദ്ധത്തിന്റെ മറ്റൊരു വാതിൽ തുറക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ലോകം മുഴുവൻ ശ്വാസമടക്കി കാത്തിരിക്കുന്നത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു കിട്ടാനാണ്. പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിന്റെ ചൂടിൽ വാടി വീഴുന്നത് ഇറാനും യു.എസും മാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളിലെ മുഴുവൻ ജനതയും കൂടിയാണ്. ഇന്ത്യക്കാരുടെ അടുക്കളയിൽ പോലും യുദ്ധത്തിന്റെ തീ കടന്നു വന്നു കഴിഞ്ഞു. ഇനിയും യുദ്ധം അവസാനിച്ചില്ല എങ്കിൽ ലോകം എത്തിപ്പെടാൻ പോകുന്നത് കടുത്ത സാമ്പത്തിക പ്രത്യാഘാതങ്ങളിലേക്കാണ്. എന്നാൽ പലപ്പോഴും ട്രംപും അത് തിരിച്ചറിഞ്ഞു. യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള സന്നദ്ധത പല തരത്തിലും പ്രകടിപ്പിച്ചു. പക്ഷെ അതിനൊക്കെ വിരുദ്ധമായി നിൽക്കുന്നത് നെതന്യാഹു ആണ് എന്ന് ഒരു തരത്തിൽ പറയേണ്ടി വരും. അമേരിക്ക നയതന്ത്ര ചർച്ചകൾക്ക് വഴിയൊരുക്കാൻ ശ്രമിക്കുമ്പോൾ ആവശ്യമെങ്കിൽ ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കി ഇസ്രയേൽ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഇസ്രയേൽ പ്രഖ്യാപിക്കുന്നത് ലോകരാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്കും വഴിവെക്കുന്നുണ്ട്. ഇതോടെ ഒരു ചോദ്യം വീണ്ടും ശക്തമാകുന്നു: സുരക്ഷയുടെ പേരിൽ തുടരുന്ന സൈനിക നീക്കങ്ങൾ യഥാർത്ഥത്തിൽ സമാധാനത്തെ സംരക്ഷിക്കുകയാണോ, അതോ സംഘർഷത്തെ കൂടുതൽ ആഴത്തിലാക്കുകയാണോ? പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്രയേൽ സ്വീകരിച്ച കടുത്ത സൈനിക സമീപനം വർഷങ്ങളായി പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര വിഷയമാണ്. അനുകൂലികൾ അത് ദേശീയ സുരക്ഷയെന്ന് വിശേഷിപ്പിക്കുമ്പോൾ വിമർശകർ പറയുന്നത് ആ സമീപനം മേഖലയെ തുടർച്ചയായ യുദ്ധചക്രത്തിലേക്ക് തള്ളിവിടുകയാണ് എന്നാണ്. അമേരിക്കയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ആവശ്യമെന്ന് കണ്ടാൽ ഇറാനെ വീണ്ടും ആക്രമിക്കാൻ മടിക്കില്ല എന്ന് ആവർത്തിച്ച് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആണ് രംഗത്ത് വന്നത്. 2006 ലെബനൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാനിൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത 2 ശക്തമായ ആക്രമണങ്ങൾ ഞങ്ങൾ ഇതിനകം നടത്തിക്കഴിഞ്ഞു. ഇനി ആവശ്യമായി വരികയാണെങ്കിൽ മൂന്നാമതൊരു തവണ കൂടി ഞങ്ങൾ ഇറാനെ ആക്രമിക്കുക തന്നെ ചെയ്യുമെന്ന് കാറ്റ്സ് വ്യക്തമാക്കി. തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തി ഇസ്രയേൽ സൈന്യം ലെബനൻ, സിറിയ, ഗാസ എന്നിവിടങ്ങളിലെ സുരക്ഷാ മേഖലകളിൽ അനിശ്ചിതകാലത്തേക്ക് തുടരുമെന്നും പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തു. ഇസ്രയേൽ അതിർത്തികളിലെ ജനവാസ മേഖലകൾക്ക് നേരെയുള്ള ഭീഷണികൾ പൂർണ്ണമായി ഇല്ലാതാകുന്നതിനാണ് ഈ നടപടിയെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. യു.എസുമായുള്ള ഇറാന്റെ സമാധാന ചർച്ചകൾ പ്രതിസന്ധിയിലായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയുടെ ഈ പ്രസ്താവന മേഖലയിലെ യുദ്ധഭീതി വീണ്ടും വർദ്ധിപ്പിക്കുകയാണ്. അതേസമയം അമേരിക്ക ഇറാൻ സാങ്കേതിക ചർച്ചകൾക്ക് ദോഹയിൽ തുടക്കമായിട്ടുണ്ട്. ഖത്തറിന്റെ നേരിട്ടുള്ള മധ്യസ്ഥതയിലാണ് ഇറാൻ അമേരിക്ക സാങ്കേതിക ചർച്ചകൾക്ക് തുടക്കമായിരിക്കുന്നത്. നേതാക്കൾ തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ ഖത്തർ അറിയിച്ചിരുന്നു. അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ സ്ഥലത്തുണ്ടെങ്കിലും ദോഹയിൽ വെച്ച് നേരിട്ട് ചർച്ചയില്ല എന്നാണ് ഖത്തർ വ്യക്തമാക്കിയത്. മധ്യസ്ഥർ വഴി മാത്രമാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. സാങ്കേതിക ചർച്ചകൾക്ക് ശേഷമാകും നേരിട്ടുള്ള ചർച്ചകളുടെ സാധ്യത തേടുക. നിലവിലെ സാഹചര്യത്തിൽ സമാധാന ചർച്ചകളുടെ ഭാഗമായുള്ള നേരിട്ടുള്ള ചർച്ചകൾ നീളുമെന്നാണ് സൂചന. നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ജീവിതം പരിശോധിക്കുമ്പോൾ ഇറാന്റെ ആണവ പദ്ധതിയെ ഇസ്രയേലിന്റെ നിലനിൽപ്പിനുള്ള ഏറ്റവും വലിയ ഭീഷണിയായാണ് അദ്ദേഹം വർഷങ്ങളായി അവതരിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാനുമായി ബന്ധപ്പെട്ട സൈനിക നടപടികൾക്കും രഹസ്യ ഓപ്പറേഷനുകൾക്കും ശക്തമായ പിന്തുണ അദ്ദേഹം നൽകിയത്. ഹമാസ് ആക്രമണത്തിനു പിന്നാലെ ഗാസയിൽ ആരംഭിച്ച വിപുലമായ സൈനിക നീക്കങ്ങളും പിന്നീട് മേഖലയിലെ മറ്റ് സംഘർഷങ്ങളിലേക്കുള്ള വ്യാപനവും അദ്ദേഹത്തിന്റെ സുരക്ഷാ കേന്ദ്രിത നയത്തിന്റെ തുടർച്ചയായാണ് വിലയിരുത്തപ്പെട്ടത്. അതേസമയം ഈ സമീപനത്തിനെതിരെ ശക്തമായ വിമർശനങ്ങളും നിലനിൽക്കുന്നുണ്ട്. തുടർച്ചയായ സൈനിക നടപടി പശ്ചിമേഷ്യയിലെ അസ്ഥിരത വർദ്ധിപ്പിച്ചുവെന്നും സാധാരണ ജനങ്ങളാണ് ഏറ്റവും വലിയ വില നൽകേണ്ടി വന്നതെന്നും മനുഷ്യാവകാശ സംഘടനകളും നിരവധി രാജ്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗാസയിലെ മനുഷ്യാവകാശ പ്രതിസന്ധി, വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ, അഭയാർത്ഥി പ്രശ്നം എന്നിവ ഈ വിമർശനങ്ങളെ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. മറുവശത്ത് ഇസ്രയേൽ പറയുന്നത് ഹമാസ്, ഹിസ്ബുള്ള, ഇറാൻ പിന്തുണയുള്ള സായുധ ശൃംഖലകൾ എന്നിവയിൽ നിന്ന് പൗരന്മാരെ സംരക്ഷിക്കുകയാണ് തങ്ങളുടെ പ്രധാന ഉത്തരവാദിത്വമെന്നാണ്. സാമൂഹികമായി ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ആഘാതം അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. ഓരോ സൈനിക നീക്കവും പുതിയ മരണങ്ങൾക്കും കുടിയൊഴിപ്പിക്കലിനും സാമ്പത്തിക തകർച്ചയ്ക്കും വഴിവെക്കുന്നു. പശ്ചിമേഷ്യയിലെ ഓരോ സംഘർഷവും എണ്ണവില മുതൽ ആഗോള സമ്പദ് വ്യവസ്ഥ വരെ സ്വാധീനിക്കുന്നതിനാൽ ഈ യുദ്ധം പ്രാദേശിക പ്രശ്നം മാത്രമല്ല, ലോകത്തിന്റെ കൂട്ടായ വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞു. അമേരിക്ക ചർച്ചകളിലൂടെ സംഘർഷം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഈ ഘട്ടത്തിൽ വീണ്ടും സൈനിക മുന്നറിയിപ്പുകൾ ഉയരുന്നത് നയതന്ത്ര ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന്റെ സുരക്ഷാ നയത്തെ ചിലർ ഇസ്രയേലിന്റെ പ്രതിരോധത്തിന് അനിവാര്യമെന്ന് വിലയിരുത്തുമ്പോൾ മറ്റു ചിലർ അത് പശ്ചിമേഷ്യയെ ദീർഘകാല അസ്ഥിരതയിലേക്ക് നയിക്കുന്ന രാഷ്ട്രീയ സമീപനമാണ് എന്ന് വിമർശിക്കുന്നു. ഈ രണ്ടിനുമിടയിൽ കുടുങ്ങുന്നത് യുദ്ധം ആഗ്രഹിക്കാത്ത സാധാരണ ജനങ്ങളുടെ ജീവിതമാണ് എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം.